കർക്കിടകവാവ് ദിനമായ നാളെ തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് 10,000 ബലിതർപ്പണം നടത്തും. പുലർച്ചെ 2 മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് PR ഹരികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കർക്കിടകവാവ് ദിനത്തിൽ ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ 1,00,000-ഓളം പേർ ബലിതർപ്പണത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നാളെ പുലർച്ചെ 2 മുതൽ ഈ കടവിൽ 15 കർമ്മികളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം ആരംഭിക്കും. 2:30 നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ നട തുറക്കും. ഈ 2 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 15 കൗണ്ടറുകളിലായി അല്ലെങ്കിൽ 15 കർമ്മികളുടെ നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണം നടക്കുക. നമുക്കറിയാം, പ്രസിദ്ധമായ ത്രിമൂർത്തി സംഗമസ്ഥാനം ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏറെ വിശിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടകവാവ് ദിനത്തിൽ തിരുനാവായിലേക്ക് 10,000-ങ്ങളാണ് ഒഴുകിയെത്താറ്. എന്തായാലും വലിയ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും അധികൃതരും ഒരുക്കിയിട്ടുള്ളത്. നാളെ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇത് കർക്കിടകവാവ് ബലിയുമായി ബന്ധപ്പെട്ട് തിരുനാവായിൽ ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ബലിതർപ്പണത്തിന് നാളെ എത്തുന്നവർക്ക് വളരെ സുഗമമായി ബലിതർപ്പണം ചെയ്ത് ദർശനം നടത്തി പോകുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സ്, മുഴുവൻ സമയം ഡോക്ടർ അടങ്ങുന്ന മെഡിക്കൽ സംഘം, പിന്നെ CCTV ക്യാമറകൾ, തോണി, പിന്നെ മുങ്ങൽ വിദഗ്ധർ, ധാരാളം വളണ്ടിയേഴ്സ്, സേവാഭാരതി ഉൾപ്പെടെയുള്ള ധാരാളം വളണ്ടിയേഴ്സ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആളുകൾക്ക് നിള ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം, കോയമ്പത്തൂരിലെ കുറച്ച് ഭക്തരുടെ വകയായിട്ട് 10-20 വർഷമായി തുടർന്നു വരുന്ന ഭക്ഷണ സംവിധാനം അവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് തിരുനാവായിലെ ഈ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട വകുപ്പുകളും ഒരുക്കിയിട്ടുള്ളത്. ഈ വാഹന പാർക്കിങ്ങിന് വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എത്തുന്നവർക്ക്, ഈ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് അന്നദാനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, താമസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസും കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. തിരുനാവായിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.